അപ്പൊ അടുത്ത് നമ്മള് രാമക്കൽമേട് പോവാണ്. അപ്പൊ രാമക്കൽമേട് പോകാൻ വേണ്ടിയിട്ട് പാർട്ടിനെടുക്കാൻ എത്തി. അപ്പൊ ഈ പോക്കില് നമ്മളെ കൂടെ നമ്മളെ അബിൻ കിട്ടും. ഈ പോക്കില് നമ്മളെ കൂടെ ഉള്ളത് ഹോസ്പിറ്റലിലെ ഡോക്ടറും അതേപോലെ തന്നെ സ്റ്റാഫുകളാണ് ട്ടോ. പതിവ് പോലെ തന്നെ നമ്മൾ വണ്ടി എടുക്കാൻ തുടങ്ങി. വണ്ടി എടുക്കാനുള്ള താമസമായിരുന്നു ഇവിടെ ഓരോരുത്തർ തുള്ളി കളിക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എവിടെയും നിർത്താതെ നോൺ സ്റ്റോപ്പായി നമ്മൾ നേരെ അടിമാലി വരുമ്പോ എല്ലാരും എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മളെ മറ്റേ ഈ സ്ഥലത്തിന്റെ പേര് ലെമൺ ടീ കുടിക്കാം. പുറത്തൊക്കെ പമ്പ കിടക്കുന്നത് ഇപ്പം പറയാൻ പറഞ്ഞു ഓന്റെ ഐഡിയ. അങ്ങനെ ലെമൺ ടീ കുടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നമ്മള് കാറ്റാടിപ്പാടം വരെ പോവാണ്. അപ്പോൾ അവിടേക്ക് പോണ വഴിയുള്ള കോടയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. സംഭവങ്ങളാ രസമുണ്ട്. പിന്നെ ഇവിടെ മറ്റേ സാധനം ഉണ്ട് കേട്ടോ, കറങ്ങണ സാധനം കാണിച്ചു തരാം. മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു അല്ലേ? മഞ്ഞ വെളിച്ചം അടിച്ചിട്ടേ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ചുറ്റില് ഫുള്ള് ഐസ്ക്രീമാണ്. ആകാശത്ത് ഫുള്ള് ഐസ്ക്രീം അടിയില്ലേ? ഇവിടെയൊക്കെ ഐസ്ക്രീം. ഇതൊക്കെ നമുക്ക് നമ്മളടുത്ത് സ്പൂണില്ല, സ്പൂണ് തന്നില്ല നമുക്ക്, അതുകൊണ്ട് നമുക്ക് ഇത് പൊരിയെടുക്കാൻ പറ്റില്ല അല്ലേ? ആളില്ല ഇവിടെ. ആളില്ലാത്തതുകൊണ്ട് അബിക്ക് നല്ല പരാതി ഉണ്ട്. അപ്പം രാവിലെ തന്നെ എല്ലാവരും 6 മണി 5 മണി ആകുമ്പോഴത്തേനും ഇവിടെ വരിക. രാവിലെ അമ്പലമാമനെ കാണുന്നുണ്ട് അവിടെയൊക്കെ, അവിടെ മേലെ. ഗൈസ് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ദുരൂഹത മറിഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടോ, അവിടുത്തെ ചെടി മുഴുവൻ അങ്ങോട്ട് പോയിക്കണം. അവിടുത്തെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി കുളിച്ച് മാറ്റി റെഡി ആയിരുന്നു. അവിടെ നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയി അവിടുന്ന് പൂരിയും സാധനമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചാൽ പിന്നെ മെയിനാവർ ഫസ്റ്റാണ്. അപ്പോൾ ഞാനും അബിയും കൂടി കണ്ണാടിൻ്റെ മുന്നിൽ നിന്നാണ് മെയിനാവും. പിന്നെ നമ്മൾ റൂം പോയി കിടന്നിറങ്ങി അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ പാർട്ടി അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണേ. നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ 4-5 സ്ഥലത്ത് പോയില്ലേ, ട്രക്കിങ് ജീപ്പ് ഏൽപ്പിച്ചു കൊടുത്ത് 4 സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിൻ്റെ അടുത്ത് വന്നാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. കാണിക്കല്ലേ? വരുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇവിടെ ഡ്രൈവർമാരെ പുച്ഛമുള്ള ഒരാളാണ് നമ്മളെ കൂടെയുള്ള അബിറ്റ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മൾ ഡ്രൈവറായതുകൊണ്ട് നമുക്ക് ഇവിടെ കയറാൻ എൻട്രി ഫീസ് വേണ്ട. അപ്പോൾ പറയാം ഡ്രൈവർമാരായതുകൊണ്ട് എന്താ വില അല്ലേ. ഇതുവരെ അബി വെറും ചെറ്റ സ്വഭാവമാണ് ഇവനങ്ങൾക്ക് അറിയണ്ട. ഇവിടെ ആർക്കോ പരുന്തിന്റെ വീട്ടിലേക്ക് ഉണ്ട്, കാണിച്ചു തരാം. പരുന്തിന് ജീവനില്ല. പരുന്തിന്റെ ആയാലൊക്കെ ആൾക്കാരോ. നമ്മൾ നെക്സ്റ്റ് നമ്മളെ കുറേ കുർത്തിയും കാണിച്ചു തരാം ഇല്ലേ? പറയും ഇതും തന്നെ. അത് മൈക്കാണോ? ഒരു മൈക്ക് വെച്ചോ, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കൂല. ഇവിടെ സംഭവം ഇവിടെ കാണാൻ രസം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവൂല. ഇത് വന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. വെറുതെ ഇങ്ങനെ എപ്പോഴും പെരകു തുറന്നിട്ടൊന്നും കാര്യമില്ല. ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഇറങ്ങുക, എന്നാലേ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ കാണാൻ വന്നൊരു സംഭവം. അയ്യോ, ചീന്തി പോയിരുന്നു, പ്രശ്നമില്ലല്ലോ. ഓക്കെ, പിന്നെ പാർട്ടിക്കാരെന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കില്ല, നമ്മൾ കടമയാണല്ലോ. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ മനസ്സിലാകാത്തൊരു സംഭവമുണ്ട്. ഈ കുന്നിൻ്റെ വില എന്തിനാണ് ശരിക്കും സോളാർ കൊണ്ട് വെച്ചിരുന്നത്? അവിടെ കുറേ സോളാറുണ്ട്. അതാക്കണേ ഇത് കാണുന്നില്ല, ഒന്നും കണ്ണ് കാണൂല, പ്രായമായില്ല എനിക്ക്. ശരിക്കേ കുറേനും കുറച്ചിനും കാണിച്ചപ്പോൾ ഒരു സാധനം കാണിക്കാൻ പറഞ്ഞാണേ. ഓരോ മോനുണ്ടേനില്ലേ, മറന്നുപോയി ഗൈസ്. അതാക്കണേ അതിൻ്റെ നടുവിൽ കണ്ടില്ലേ ചെക്കൻ അവിടെ ഉണ്ട്. അല്ല തലോടെ. നേരത്തെ കണ്ട സാധനത്തിൻ്റെ മേലെ കയറാം. പിന്നെ ഇങ്ങോട്ട് വരുന്നവര് ശ്രദ്ധിക്കുക, കാരണം കുറച്ചുള്ള നടക്കാൻ. പക്ഷെ നടക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളിനായിട്ട് ചായത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഓഫ് റോഡാ കണ്ടില്ലേ? നമ്മുടെ വണ്ടി വെക്കണേ മോട്ടറാക്കി വിട്ടത് 49,000. അതുപോലെ സീറ്റ് ചോദിച്ചു പോയി. ഇല്ലേ 40 അതല്ലേ പറഞ്ഞേ? ഈ പറഞ്ഞതിൽ ഒന്ന് കുറവാണ്, ഞാൻ പറഞ്ഞതിലും കുറവാണ്. ഇത് കൊണ്ടോട്ടെ തരുമോ? തരില്ല തരില്ല. ഇതിട്ടാ ഗൈസ്, ഇവരെല്ലാവരും ഇവിടുത്തെ ചെടിയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇനി പറയ് കുന്താർ പറയ് കുന്താർ പറയ്.
പാർട്ടി ഇറങ്ങിപ്പോയി, എവിടേക്കാ പോയത് അറിയില്ല. നമ്മളായിട്ട് പോണില്ല, നമ്മള് ഇവിടെ നിൽക്കണേ. ഞങ്ങൾ രണ്ടാളും ക്ഷണിച്ചു പോയി ആണേ പറയാം. നോക്കൂ ഗൈസ്, ഞങ്ങളിവിടെ ഒരു കടയിൽ കയറി. അപ്പോൾ ഇവിടെ കുറേ കാറുണ്ട്. ചെക്കൻ കമ്മലിൻ്റെ ഭ്രാന്താണ്. ഒന്ന് കാതുത്തിപ്പോൾ ഫുള്ള് കമ്മൽ. കാറുണ്ട്. ലംബോർഗിനി കണ്ടിട്ടോ. അബി, ദിസ് ഷോപ്പിനെ പറ്റി എന്താ അഭിപ്രായം?